ക്ഷേത്ര കലകളാണ് നമ്മളിവിടെ അവതരിപ്പിക്കാറുള്ളത്. ഈ വർഷവും അതുപോലെ വളരെ കൃത്യമായി ചാർട്ട് ചെയ്ത് ക്ഷേത്രകലകളെ അവതരിപ്പിക്കുകയാണ്. ഈ വർഷവും ഈ കുമ്മാട്ടി ഇതിനു മുമ്പ്, അതായത് കോവിഡിന് മുമ്പും അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു പരിപാടിയായിട്ട് ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലായിരുന്നു. ഈ പരിപാടി അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായി വന്നിരിക്കുന്നു. ഇനി അത് മുന്നോട്ട് ഇതിനും കൂടുതൽ ഭംഗിയായിട്ട് തന്നെ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഈ കുമ്മാട്ടി കമ്മിറ്റിക്ക് വന്നിരിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കിത് കഴിഞ്ഞ് പരിപാടികൾ ഉണ്ട്, നൃത്ത പരിപാടികളുണ്ട്. എന്നെ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം പറയുന്നതിനാണ്. മനസ്സിൽ എന്നും നിലനിൽക്കുന്ന വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഇത് പറയുമ്പോൾ കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ എന്ന് തുടങ്ങി കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എന്റെ എന്ന് തുടങ്ങി അങ്ങനെ അനവധി ഹിറ്റ് ഗാനങ്ങൾ കേരളത്തിന് സമ്മാനിച്ച അദ്ദേഹം തന്റെ തനതായ രീതിയിൽ സംഗീത സംവിധാനം ചെയ്ത് സംഗീതം അതുപോലെ പാട്ടുപാടി മലയാളികളെ ആസ്വദിപ്പിച്ച ഒരു വലിയ കലാകാരനായ മാഷാണ് ശ്രീ വിദ്യാധരൻ മാഷെ ഞാൻ ഈ കുമ്മാട്ടി കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും സുപരിചിതനായ ശ്രീ പ്രശാന്ത് അവർകളാണ്. ആലത്തൂർ SI ആണ് അദ്ദേഹം ഈ മാസം അവസാനം റിട്ടയർ ചെയ്യുകയാണ്. ഈ മാസം 31-ാം തീയതി അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ കുമ്മാട്ടി കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നന്ദി പറയുന്നത് ഇവിടെ ഏവർക്കും എന്റെ വിനീതമായ അവസരം. കണ്ണമ്പുറം ദേശം കുമ്മാട്ടി വേല മഹോത്സവത്തോടനുബന്ധിച്ച് അതിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് അമ്മയുടെ അനുഗ്രഹം ഒന്ന് തന്നെയാണ് ഇന്നേ ദിവസം എനിക്ക് കഴിഞ്ഞത്. ഒരു പുണ്യ ദിനമായി ഈ സുദിനത്തിനെ കാണും. കണ്ണമ്പുറ അമ്പലത്തിൽ പല പ്രാവശ്യം വരാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാതെ ഇപ്പോൾ ഇന്നാണ് അതിന് സാധിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഈ വേല ഉത്സവം എന്ന പോലെ നമ്മുടെ
ആചാരപ്രകാരമുള്ള എല്ലാ ആകൃതികളും ഊരകം ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ആരംഭിച്ച് ആറാട്ടുപുഴ പൂരം, തൃശ്ശൂർ പൂരം, ഇരിഞ്ഞാലക്കുട ഉത്സവം, അങ്ങനെയുള്ളതായ ഒരുപാട് ഉത്സവങ്ങളും അമ്പല ആചാരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ് അവസാന ദിനമായിട്ടാണ് ഈ കണ്ണമ്പുഴ ഉത്സവം നടക്കാറ്. ഒരിക്കലും നല്ല മഴയും നല്ല മഴ ഉണ്ടാകുന്ന സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്യേണ്ട കാലത്താണ്. കാലങ്ങൾ മാറി, സാഹചര്യങ്ങളും മാറി, കാലാവസ്ഥ മാറി, ജനങ്ങളുടെ സ്വഭാവം മാറി, നമ്മുടെ രീതി കംപ്ലീറ്റ് മാറിപ്പോയിരിക്കുക. ഒരു 60 കൊല്ലം 50 കൊല്ലം പുറകിലേക്ക് നോക്കിയാൽ ഇന്ന് ആ കാലമല്ല. ഇന്ന് എല്ലാവർക്കും തിരക്കാണ്. സന്തോഷമായിട്ട് സ്നേഹിച്ച് 4 വർത്തമാനം പറയാനോ ചിരിക്കാനോ സമയമില്ലാതെ ഓടി പഴക്കം പാടുന്ന ആൾക്കാരായിരുന്നു. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്കിതുവരെ മനസ്സിലായില്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കണ്ണപ്രദേശത്തും പരിസരങ്ങളിലൊക്കെ ഈ ഒരു അനുഗ്രഹം ഒരുപാട് അനുഭവിക്കുന്നവരാണ് നിങ്ങളില്ലെങ്കിൽ അമ്പലമുണ്ടോ? അപ്പൊ നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ പോലെ കാണേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളില്ലെങ്കിൽ അമ്പലമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും തൊഴാൻ ചെന്നില്ലെങ്കിൽ അമ്പലത്തിലാണ് ആരുള്ളത്? അമ്പലത്തിൽ വിഗ്രഹം മാത്രമായിട്ട് വിളക്ക് വെച്ചിരുന്ന കാര്യമില്ലല്ലോ. നമ്മൾ ചെല്ലണ്ടേ? അപ്പൊ നമ്മുടെയാണ് ശക്തി. എല്ലാ തരത്തിലും അമ്മയുടെ ശക്തി നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്വന്തമായ മനസ്സും സ്വഭാവവും നമ്മുടെ ശുദ്ധിയുമാണ്. ഏത് കാര്യം ആലോചിച്ച് കഴിഞ്ഞാലും പഴയ കാലത്തെ പോലെയല്ല ഇന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒക്കെ നെഗറ്റീവായിട്ട് പറയുന്നു. മനുഷ്യർക്കൊക്കെ നെഗറ്റീവ് മനസ്സാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എന്തുകൊണ്ട് പോസിറ്റീവ് ആവുന്നില്ലേ? സ്വന്തമായ ജീവിതം, എൻ്റെ മകൻ, എൻ്റെ അച്ഛൻ, എൻ്റെ ഭാര്യ, ഭർത്താവ്, എൻ്റെ മക്കളും, അതിനൊരു മോഹം, ഈ രീതിയിൽ ചുരുങ്ങിപ്പോയി അവരുടെ മാത്രം കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ബോധവുമില്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വന്തം കാര്യം എന്ത് ചെയ്യണം, എങ്ങനെ ആകണം, അതല്ല ശരി. മറ്റുള്ളവർ നമ്മളെപ്പോലെ തന്നെ ജീവിക്കേണ്ടവരാണ്. അതിൽ കറുത്ത വർഗം വെളുത്ത വർഗം എന്ന ചിന്തയോ വിഭാഗീയമായ ചിന്തകളും ഇല്ലാതെ നമുക്ക് പറ്റാത്തത് വേറെ ആൾക്ക് പറ്റുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ വാക്കാലോ പ്രവർത്തിയാലോ അത് സാധിക്കുമ്പോൾ അത് ചെയ്യാനുള്ള മനസ്സാണ് നമുക്കുണ്ട്. ഇത് നമുക്കോ പറ്റില്ല, പറ്റുന്ന ഒരാൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒത്താശം ചെയ്താൽ നടക്കുമെങ്കിൽ അതല്ലേ ശരി, അതൊരു പുണ്യമായ കാര്യമല്ലേ? അതാണ് ചിന്തിക്കേണ്ടത്. അതിലെന്ത് വേണം? മനസ്സിന് യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ലാതെ സുന്ദരമായി ജീവിക്കാൻ കഴിയുക, ശുദ്ധമായ മനസ്സോടെ ജീവിക്കുക, സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക. ആരാണെങ്കിലും നമ്മുടെ ഭാഗത്ത് പറ്റാവുന്ന ഉപകാരം ചെയ്യുക, അവർക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള അവസരം നമ്മളാൽ പറ്റുകയും ചെയ്യാനുള്ള മനസ്സുണ്ടാകും. അതേപോലെ തന്നെ പോസിറ്റീവായി ചിന്തിക്കുക. ഒരു കാര്യത്തിലും നെഗറ്റീവായിട്ട് പറയാതെ അതിനൊന്നും 10 പൈസ ചെലവില്ലല്ലോ. അതാണ് പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായിട്ട് കാര്യം നടത്തുക. അപ്പൊ സ്നേഹത്തിന് നല്ല മാറ്റം കൊടുക്കും. എല്ലാവരും സ്നേഹിക്കുന്നവരാണ്. പരസ്പരം ബഹുമാനിക്കുക, സ്നേഹിക്കുക, ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, ആരാണ് അമ്മാവൻ, ആരാണ് സഹോദരി, ആരാണ് സഹോദരൻ, ഈ വക ബോധം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് കുറേ കാലം. അവരുടെ സ്വന്തം കാര്യം നോക്കുന്ന രീതി മാത്രമേ ഉള്ളൂ. അത് പോരാ. നമ്മളെന്നും ഈ മനുഷ്യജന്മം കിട്ടാന്നുള്ളത് ഒരു അത്ഭുത സംഭവമല്ലേ? നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു പോയില്ലേ? അപ്പൊ നമ്മൾ ജനിച്ചു പോയാൽ നമ്മൾ എന്ന് അവസാനിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. ഒരു ഡോക്ടർക്ക് പോലും നമ്മൾ എന്ന് മരിക്കുന്നു പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മുടെ ജീവിതം സുന്ദരമായി പോകണമെങ്കിൽ അയൽവാസികളും മറ്റുള്ള ആൾക്കാരും നമ്മളെപ്പോലെ അല്ലെങ്കിൽ വേറെ തരത്തിലാണെങ്കിൽ അവർക്കും വേണ്ടുന്ന കാര്യം ചെയ്യാനുള്ള മനസ്സ്. അതാണ് ഞാൻ പിന്നെയും പറയുന്നത്, സ്നേഹിക്കുകയും സ്നേഹം കൊടുക്കുകയും ചെയ്യാനാണ്. അതില്ലാത്തോട്ടുള്ള കാലം നമുക്ക് ദുരിതമായിരിക്കും. പിന്നെ സത്സംഗം കൂടുക, നാമജപത്തിൽ ഏർപ്പെടുക, അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, വീട്ടിൽ നിന്നാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ആ മനസ്സ് ശുദ്ധമാക്കി നമ്മളിൽ നിന്നും
ഒരു കണ്ണടച്ചിരുന്ന് ഒരു പ്രാർത്ഥനാ രൂപത്തിൽ നമുക്ക് ഏകാഗ്രതയായിട്ട് ചെയ്ത് ഇങ്ങനെ ഇന്ന് എന്തെങ്കിലും പറയാൻ പറ്റിയാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ട് അത് അനുഭവിച്ചറിയുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പോൾ എന്നെ കുറിച്ച് തന്നെ ആലോചിക്കണം. 1979 കൽപ്പാന്തകാലത്തോളം എന്നുള്ള പാട്ടുണ്ടാക്കിയിട്ട് അത് നാടകത്തിന് വേണ്ടി ചെയ്ത പാട്ടായിരുന്നു. അത് സിനിമയ്ക്ക് വന്നു. സിനിമയിലേക്ക് വേണ്ടി വന്ന സമയത്ത് ഇതിനു മുൻപ് നാടകത്തിൽ 16-17 നാടകത്തിൽ വേദികളിൽ പാടിയിരുന്നു. മനസ്സിലായോ? ആ പാട്ട് ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മൾ വരാൻ പോകുന്നു. അപ്പം വിദ്യാധരൻ ഇത് ഒരു യേശുദാസിനെ കൊണ്ട് നമുക്ക് പാടിക്കാം. ഇത് വേറൊരാൾ സംഗീതം ചെയ്തത് എൻ്റെ നാടകത്തിലത്തെ 4 പാട്ടിൽ ഒന്നാണിത്. അപ്പോൾ വിദ്യാധരൻ അതൊന്ന് മാറ്റി എനിക്ക് അതിൻ്റെ ട്യൂണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായാലും എനിക്കിത് ഇഷ്ടമായില്ല. എഴുതിയാണ് ഇങ്ങനെയല്ല എൻ്റെ രചന. ഈ രചനയ്ക്ക് ഇതെല്ലാം സംഗീതം വേണ്ടത്, ഇങ്ങനെയല്ല വേണ്ടതെന്ന് എങ്ങനെ വേണമെന്ന് എനിക്ക് പറയാൻ അറിയൂല. അപ്പം അതുകൊണ്ട് വിദ്യാധരൻ അത് മാറ്റി ചെയ്യൂ എന്ന് എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം ശ്രീമൂലകരം വിജയൻ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള എഴുത്തുകാരൻ, സംവിധായകൻ, ഗാനരചയിതാവ്, നാടകകൃത്ത്, ഒരു ബഹുമുഖ പ്രതിഭയെന്ന് അദ്ദേഹം. അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് എൻ്റെ രീതി അനുസരിച്ച് വേറൊരാൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യാനുള്ള താല്പര്യക്കുറവുണ്ട്. വിദ്യാധരൻ കേട്ടിട്ടില്ല എന്നാൽ പിന്നെ ഫ്രഷായിട്ട് ഹാൻഡിൽ ഒന്നും നമുക്കില്ല. നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് കുറേ കാലം മുമ്പ് തുടങ്ങിയതാണ്. എന്നാലും പിന്നീട് ഇപ്പോൾ പുതിയ തലമുറയുടെ ചെറുപ്പക്കാർ ഒരുപാട് പാട്ടുകൾ എന്നെ വിളിച്ച് പാടിക്കുക. ഞാനത് പാടുന്നു, ആ പൈസ വാങ്ങുന്നു, പോരുന്നു. പിന്നെ അത് കേട്ട് പോകില്ല. പിന്നെ വേറെ പാടുന്നു, പേര് പോയി ഞാൻ ചോദിക്കാറില്ല. അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരെ ഇന്ന് നമ്മളോടിക്കുന്ന സ്ഥിതിയല്ല. പാട്ടുണ്ടാക്കുക, പാട്ട് പാടാൻ വേറെ ആൾ വിളിക്കുക, അത് പാടാം. ഒരു ദിവസം ഒന്നില്ലാണ്ട് നടത്തുന്നെങ്കിൽ പരിപാടിക്ക് നമുക്ക് വരാൻ പറ്റുന്നില്ല. ഇന്നത്തെ ദിവസത്തെ ഒരു അനുഗ്രഹം എനിക്ക് 18, 19, 20, 21, 22 പോലില്ല. ഇതൊരു അത്ഭുതമായിട്ട് തോന്നുന്നെങ്കിൽ 17-ാം തീയതി അമ്മയുടെ അനുഗ്രഹം ഈ കാര്യങ്ങൾ തന്നെ. അങ്ങനെ എനിക്കിവിടെ വരാൻ പറ്റി. ഈ കലാപരിപാടികളുടെ എല്ലാവർക്കും കാര്യങ്ങളും ഒന്ന് അറിയുകയും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യാറുള്ളത് ഒരു അനുഗ്രഹമായി തോന്നുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി പറയാം, മനസ്സ് ശുദ്ധമാക്കുക, സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക, കറിയില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ അനുഭവം വരും. ഞാനിത് പറഞ്ഞ കാലം ചെറുപ്പം മുതൽ 8 വയസ്സ് ഒരു പാല് പറഞ്ഞ ആൾ ഇന്നും ഇത്രയും കാലമായില്ലേ. പൈസ പറയുന്നില്ല. 1948 6/3/44 ഡേറ്റ് കൊടുത്ത് അത് കണക്കൂട്ടിയ ആവശ്യം. അപ്പൊ ഇത്രയും കാലമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇന്നും അത് തന്നെയാണ്. അപ്പൊ എങ്ങനെ വേണം അനുഭവിച്ചറിയുക. നമ്മുടെ പ്രവർത്തനം ശുദ്ധമായി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഗുരുക്കന്മാരുടെയും അച്ഛനമ്മമാരുടെയും എല്ലാവരുടെയും ഭാഗത്ത് നടക്കുന്ന അനുഗ്രഹമാണ് നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹം എനിക്കുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതം തെളിയിക്കാൻ ഇത്ര വർഷം, ഇത്ര കാലം എന്നുള്ളത് കണക്കൊന്നും ഈ കലാപരമായ കാര്യങ്ങളിൽ പ്രത്യേക സംഗീതം പറയരുത്. അങ്ങനെ ഒരു കാര്യം ചോദിക്കരുത്. നമുക്ക് എത്ര കാലം ജീവിതമോ അത്ര കാലം എന്താണെന്നുള്ളത് അന്വേഷിക്കുക, അത് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക. വേറൊരാളും കേട്ടാൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ആകണം. അത് സംഗതികൾ മോശമായിട്ട് വരാതെ പെർഫെക്റ്റായിട്ട് വരണമെങ്കിൽ നല്ല പണിയാണ്, അസാധ്യ പണിയാണ്. അങ്ങനെ ആകണമെങ്കിൽ നമ്മുടെ സ്വന്തം പരിശ്രമമാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം മക്കൾ ഇവിടെ പഠിക്കുന്നവരും സംഗീതവും നൃത്തവും ഡ്രോയിങ്ങും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കും എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ഈ വക കാര്യങ്ങൾ എന്താണോ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി അത് അങ്ങേയറ്റം നന്നാക്കി കൊണ്ടുവരാൻ സ്വന്തമായി പ്രയത്നിക്കുക, സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ടുണ്ടാകുക. ഡാൻസ് പഠിക്കുന്ന ആൾക്കാർ ഇന്നൊരു പദം പഠിച്ചു, നാളെ ഒരു വർണ്ണം പഠിച്ചു, തില്ലാന, അതേമാതിരി സ്വരജതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐറ്റംസ് ഉണ്ടെങ്കിലും ഒരു വർണ്ണം എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യമായ അത് 40 മിനിറ്റ് 35 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. ഈ സമീപകാലങ്ങളിലൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ടീച്ചർമാരൊക്കെ അത്
10 മിനിറ്റായിട്ട് ചുരുക്കുക. 35 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വർണ്ണത്തിന് 10 മിനിറ്റ് ആകുമ്പോൾ അതിൻ്റെ എത്ര കണ്ട് അളവ് കുറഞ്ഞു? അങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ എത്ര കാലമാണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള അന്തസ്സ് നിലനിർത്തി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. എൻ്റെ എല്ലാവിധ രീതികളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എന്തായാലും ഈ കുമ്മാട്ടി മഹോത്സവവും ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളും ഈ പാട്ടും നൃത്തവും എല്ലാം നടക്കുകയാണ് 7 ദിവസമായിട്ട്. അതിനെല്ലാവിധ അനുഗ്രഹവും എല്ലാ തരത്തിലുള്ള ദേവിയുടെ അനുഗ്രഹവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാനിത് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം സ്വന്തമായ രീതിയിൽ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചും ഞാനിത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ടുപേരി പാടുന്നവരാണ്. ഇത് എവിടെ ഉണ്ടാവാറുള്ളതാണ്. ഇവിടെ വേണ്ടി വരില്ലെന്ന് ചോദിച്ചു, പക്ഷേ ഇല്ല. ഏത് പാട്ട് വളരെ ആലോചിക്കണം. കൽപ്പാന്തരാണ്. കൽപ്പാന്തകാലത്തോളം കാതരേറിയൻ മുന്നിൽ ഹാരവുമായി നിൽക്കും കല്യാണരൂപനാവും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിതിയല്ലോ നീ കന്മത പൂവിടന്ന കളിവിരുന്നൊരുക്കുന്ന കന്മത പൂവിടന്ന കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാണല്ലോ നീ കസ്തൂരി മാണല്ലോ നീ കൽപ്പാന്തകാലത്തോളം കാതരേറിയൻ മുന്നിൽ ഹാരവുമായി നിൽക്കും കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമൈതമയം